ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാൻ ബി.ജെ.പി. പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദിയുടെ ഗ്യാരണ്ടി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും പ്രവർത്തകരോട് പറഞ്ഞു. കൊച്ചിയിൽ സംസ്ഥാനത്തെ ബി.ജെ.പി. ശക്തി കേന്ദ്ര പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവവാണി. മലയാളത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്താണ് സംസ്ഥാനത്തെ ബി.ജെ.പി. ശക്തി കേന്ദ്ര പ്രവർത്തകരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോ ബൂത്തുകളിലെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരുടെ ക്ഷേമത്തിനായി സർക്കാർ ആരോഗ്യ മേഖലയിലും സാമ്പത്തിക രംഗത്തും നടപ്പാക്കിയ പദ്ധതികളും മാറ്റങ്ങളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. आयुष्मान भारत योजना के तहत 5 लाख रुपए तक का मुफ्त इलाज मिलने से देश के लोगों को 1 लाख करोड़ रुपए की बचत हुई है. जन औषधि केंद्रों पर 80% डिस्काउंट पर दवा देने से देश के लोगों के 25,000 करोड़ रुपए से ज्यादा बचे हैं. 7 लाख रुपए तक की इनकम पर कोई टैक्स नहीं होगा. कि पिछले 9 वर्षों में देश में 25 करोड़ लोग, यह आंकड़ा याद रखिए, 9 वर्ष में 25 करोड़ लोग गरीबी से बाहर निकले हैं. ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമായി ഭാരതം മാറിയതായും തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും ബൂത്ത് തലം വരെ ഉറപ്പിക്കണമെന്നും സർക്കാർ നേട്ടം സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി പ്രവർത്തകർ സമീപ ക്ഷേത്രങ്ങളിൽ ശുചീകരണം നടത്തണമെന്നും വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമജ്യോതി തെളിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാനത്തെ 7000-ഓളം ശക്തി കേന്ദ്ര പ്രതിനിധികളും ആയിരക്കണക്കിന് പ്രവർത്തകരുമാണ് പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരിലും നേതാക്കളിലും ആവേശവും പ്രവർത്തന വീര്യവും നിറച്ചാണ് നരേന്ദ്രമോദി കൊച്ചിയിൽ നിന്നും മടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി.